everyone, welcome back. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പോക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോം സെൻറ്ററിലേക്കാണ്. അവിടെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 31 വരെ ഉണ്ട്. നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ജയ്ദ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഹോം സെൻറ്ററിലാണ് വന്നേക്കുന്നത്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം സമയം കിട്ടിയത്. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. ഒത്തിരി ഓഫർ ഉണ്ട്. അതുപോലെ ഒത്തിരി എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഡിസൈൻസിലുള്ള കോഫി മഗ്ഗും കാര്യങ്ങളെല്ലാം നല്ല ചീപ്പ് റേറ്റിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി കോഫി മഗ് ഉണ്ടായിരുന്നു. എനിക്ക് കോഫി മഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനാൽ. പിന്നെ ടീ കോഫി ഷുഗർ കണ്ടെയ്നേഴ്സ്, അതുപോലുള്ള ബാസ്ക്കറ്റ്സ്, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഓഫറിലുണ്ടായിരുന്നു. ഈ കോഫി ഷുഗർ കണ്ടെയ്നേഴ്സിന് തന്നെ ഓഫർ പ്രൈസിലും ഉണ്ടായിരുന്നു, അല്ലാതെ നോർമൽ പ്രൈസിലുള്ളതും ഉണ്ടായിരുന്നു. അതുപോലെ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ചീപ്പ് റേറ്റുള്ളത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇതുപോലുള്ള ബാസ്ക്കറ്റ്സ്, പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതെല്ലാം 3 റിയാൽസ്, 4 റിയാൽസ്, 5 റിയാൽസിനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാസ്ക്കറ്റ്സ് തന്നെയായിരുന്നു. വേറെ ഇതാ ഇത് കൂട്ട് കുക്കിംഗ് സെറ്റ് ഒരുപാടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഓഫർ പ്രൈസിലും ഉണ്ടായിരുന്നു, നോർമൽ പ്രൈസിലുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുപോലുള്ള കുക്കിംഗ് സെറ്റ്സ് കാണാനാണ്. കാരണം പേസ്റ്റൽ കളേഴ്സിൽ നല്ല രസമാണ് അത് ഇരിക്കുന്നത് തന്നെ കാണാനായിട്ട്. പക്ഷേ ഇതൊക്കെ നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 287 റിയാൽസ് ഒക്കെയാണ് വരുന്നത്. എന്താ ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് പല ഷേപ്പിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. നല്ല ഓഫർ പ്രൈസിലുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഓഫർ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് 2-3 സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് പയ്യനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹർദീസിലാണ് കേട്ടോ വരുന്നത്. ഹർദീസിൽ ഓഫർ ഉണ്ടായിരുന്നു. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ഓഫറാണ്. 10 റിയാൽസിന് 23 റിയാൽസിൻ്റെ ബർഗർ, 10 റിയാൽസിന് പ്ലസ് ഫ്രൈസും പെപ്സി ആയിട്ട്. നല്ല ടേസ്റ്റാണ്. ചാർ ഗ്രിൽഡ് ബർഗറാണ് അവരുടെ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ബർഗർ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹർദീസിലെ ബർഗർ തന്നെയാണ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ്, നല്ല എന്താ പറയുക, ഒരു ക്രീമി ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം കഴിച്ച് രാത്രിത്തേനുള്ള ഫുഡ് പിന്നെ ബർഗറിൽ ഒതുക്കിയിട്ട് പയ്യനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒന്നും വാങ്ങിച്ചില്ല, 2-3 സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത്യാവശ്യം ചീപ്പായിട്ടുള്ളത്, അതുപോലെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചത്. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ഈ കോഫി മഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷെയ്ഡ്, നല്ലൊരു കളറ്. എനിക്കിതുപോലത്തെ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു കോഫി മഗ് മേടിച്ച് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 12 റിയാൽസ് എങ്ങാണ്ടാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ നമുക്ക് ഏതാണ്ട് 7 റിയാൽസിനൊക്കെയാണ് കിട്ടിയത്. അത്രയ്ക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതാ ഈ ഒരു കോഫി മഗ് ഏതാണ്ട് 7 റിയാലിനെങ്ങാണ്ടാണ് പ്രൈസ്, പക്ഷേ 3 റിയാൽസിനെങ്ങാണ്ടാണ് കേട്ടോ കിട്ടിയത്. ഇതൊരു നോർമൽ വൈറ്റ് കളറിലുള്ള ഒരു കോഫി മഗ്ഗാണ്. പിന്നെ ദാ ഇത് കൂട്ട സ്പൂണ്, നീളമുള്ള സ്പൂണ്. ഞാനിത് കുറേ മിക്ക ഷോപ്പിൽ കയറുമ്പോഴും ഞാൻ നോക്കും. പക്ഷെ അവിടെയൊക്കെ നല്ല പ്രൈസാണ്. 15 റിയാൽ, 18 റിയാൽ, 23 റിയാലൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക, മേടിക്കാൻ പറ്റുന്നത് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇത്തവണ ഞാൻ ഹോം സെൻറ്ററിൽ ചെന്നപ്പോൾ ഇതിന് നോർമൽ പ്രൈസ് വന്നിട്ട് 12 റിയാലാണ്. പക്ഷേ നമുക്ക് 6 റിയാൽസിനാണ് കേട്ടോ കിട്ടിയത്. അത്രയും നല്ല ഓഫർ പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3 പീസേ ഉള്ളൂ, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്പൂണായിരുന്നു കേട്ടോ.
എന്താ പിന്നെ ഞാനൊരു ട്രേ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ട്രേ ആണ്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് 23 റിയാൽസാണ് നോർമൽ പ്രൈസ്. പക്ഷേ ഓഫറിൽ എനിക്ക് കിട്ടിയത് 15 റിയാൽസിനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാംബു ബോഡി സ്ക്രബാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് മേടിച്ചതാണ്. 3 റിയാൽസേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഹോം സെൻറ്ററിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ വെള്ളവും വെളിച്ചവും വെയിലൊക്കെ വരുമല്ലോ. ഞാൻ രാവിലെ എണീറ്റപ്പാടെ ഒരു 2 പീസ് ബ്രെഡും അതുപോലെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പയ്യന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ അപ്പത്തിന് കുറച്ച് മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് മുട്ടക്കറി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. ഹസ്ബൻഡ് രാവിലെ തന്നെ ഓഫീസിൽ പോയതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി, അപ്പം ഉണ്ടാക്കി ആദ്യം ആൾക്ക് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ പയ്യനെ ഞാൻ ഓൾറെഡി രാവിലെ ബ്രെഡ് കഴിച്ചുകൊണ്ട് അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പയ്യനെ ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് ഇരുന്നിട്ടാണ് വന്നത്. രാവിലെ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാത്രങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഒരു കുന്ന് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചേറ്റ പാടെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കത്തേനായി പിന്നെ വല്ലാണ്ടൊരു കുമിഞ്ഞുകൂടലായി പോകും. അതുകൊണ്ട് രാവിലെ ഫുഡ് കഴിച്ച പാടെ തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെടിക്ക് എനിക്ക് കുറച്ച് 2-3-4 ചെടിയുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ്. അത് നമ്മൾ വിൻഡോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിതുപോലെ പാത്രത്തിലായിട്ട് എടുത്തിട്ടാണ് കൊണ്ടുപോയി വെള്ളം ഒഴിക്കുക അതിന്. ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും. കാരണം പകലൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്, വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സാധാരണ നമ്മൾ കോഫി പൗഡർ സാധാ വെള്ളത്തിൽ കലക്കിയെടുക്കുക. ഞാനിന്നിപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാനൊരു 3-4 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിന് അധികം മധുരമില്ല. പിന്നെ തിക്ക് ക്രീമാണ് ഇതിന് വേണ്ടത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് ബ്രാൻഡിൻ്റെ തിക്ക് ക്രീമാണ്. അതിനകത്ത് ഒരെണ്ണം ഇച്ചിരി ലിക്വിഡായിട്ടുള്ള ക്രീമായിപ്പോയി. പക്ഷെ തിക്ക് ക്രീം എന്നാണ് പറയുന്നത്, പക്ഷെ ഒരെണ്ണം ഇച്ചിരി ലൂസായിട്ടുള്ള ക്രീമായിരുന്നു. എന്നാലും ഫസ്റ്റ് ഞാൻ 2 ക്രീം ഇട്ടിട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇച്ചിരി മധുരം എടുത്ത് നിൽക്കണം. കാരണം പുഡിംഗ് എല്ലാം നമ്മൾ തണുപ്പിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം തണുത്ത് കഴിയുമ്പോൾ അതിന് മധുരം നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ടുള്ളൂവെങ്കിൽ പുഡിംഗ് നമ്മൾ കഴിക്കുന്ന ടൈമിന് അത് ഇച്ചിരി മധുരം ലേശം കുറവ് പോലെ തോന്നും. അപ്പം ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം കൂട്ടി തന്നെ എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് നല്ല ഒരു ക്രീമി
ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി ലൂസായതുകൊണ്ട് കേട്ടോ ഇത്രയും ലൂസായി പോയത്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയ ട്രേ ആണ്, അപ്പോൾ അത് ഇന്ന് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ സാധനങ്ങൾ മേടിച്ച് പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം എന്താ പറയുക, പ്രത്യേകതരം ഫീലല്ലേ. അപ്പോൾ ഞാനെന്താ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കോഫിയിൽ അത്യാവശ്യം തണുപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഓരോ ബിസ്ക്കറ്റായിട്ട് അതിൽ മുക്കി ഫസ്റ്റ് ലെയർ വെച്ച് വെക്കുന്നത്. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റാണ്. സെക്കൻഡ് ലെയർ വന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ ട്രേ വന്നിട്ട് അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാൻ രണ്ട് ലെയർ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വെച്ചിട്ടുള്ളത് ആ ഒരു മിക്സ്ചർ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറും ബിസ്ക്കറ്റ് ഇതുപോലെ തന്നെ ഞാൻ കോഫിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ അതിനകത്ത് അത്യാവശ്യം സ്പേസ് ആ ട്രേക്കകത്ത് ഉള്ളത് കൊണ്ടിട്ടാണ് രണ്ട് ലെയർ വെച്ച് കൊടുത്തത്. പിന്നെ ഞാനൊരു കട്ടിങ് മാറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ പുറത്ത് മുകളിൽ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു താഴെ മൊത്തം വൃത്തികേടാവും കൊക്കോ പൗഡറൊക്കെ വേണ്ട. അപ്പം ഞാൻ ആ ഒരു കട്ടിങ് മാറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രേ വെച്ചിട്ടാണെങ്കിൽ നിലത്തൊന്നും പോവില്ല. ഞാൻ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. സൈഡ് സൈഡിലെല്ലാം അത്യാവശ്യം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് കൊക്കോ പൗഡർ. അപ്പോൾ അതെല്ലാം ഒരു നനഞ്ഞ ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു മാൾട്ടസസിൻ്റെ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ പോലെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ചോക്ലേറ്റോ ഇപ്പോൾ ജെംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുമ്മാ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഇതായിരുന്നു, അപ്പോൾ അത് വെറുതെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഭയങ്കര സിമ്പിളാണ് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു 15 മിനിറ്റ് മതി, അതിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇതൊന്ന് സെറ്റാക്കിയിട്ടാണിട്ട് നമ്മൾ ഒരു 2-3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട്, എനിക്കിപ്പോൾ വൈകിട്ടത്തേനാണ് വേണ്ടത്, അപ്പം ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അന്ന് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ഇവിടെ ഖത്തറിൽ എക്സ്പോ നടക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് കാണാം എന്നുള്ള ഉദ്യമത്തോടു കൂടി ഇറങ്ങിയതാണ്. പക്ഷേ അതുപോലെ നമ്മളിപ്പോൾ ചെല്ലുന്നത് അത്ഭുത പാർക്കിൻ്റെ അവിടെയുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻട്രൻസ് ആരും കയറരുത്, കാരണം ആ ഒരു ഭാഗത്ത് ഒന്നുമില്ല. എല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എല്ലാ പവലിയൻസും എല്ലാം. ഇവിടെ എല്ലാ കൺസ്ട്രക്ഷൻസും നടക്കുന്നുള്ളൂ ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെ. നമുക്കിത് അറിയില്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണ്. പിന്നെ ആരും തന്നെ അധികം ആരും പോയിട്ടും ഇല്ലായിരുന്നു.
ഇതിപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ കയറിയ എൻട്രൻസ് വന്നിട്ട് അൽബിദ പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. അവിടെ ഒരു സാധനം ഇല്ല കേട്ടോ കാണാൻ. അവിടെ എല്ലാ സാധനങ്ങളും പണിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു നടക്കാനാണെങ്കിലും. പിന്നെ ചില്ലറ നടത്തൊന്നുമല്ല ഇതിനകത്ത് കയറി നടക്കേണ്ട. ഒരു 4 കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. അത്രയും നടക്കാനുണ്ടായിരുന്നു. കയറിയ സ്ഥലത്ത് നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പലതിൻ്റെയും കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പവലിയൻസൊക്കെ ഏറ്റവും എൻഡിലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കയറി അവിടെ വരെ ലാസ്റ്റ് വരെ എന്തായാലും ഞാൻ ചെന്നെത്തി. പക്ഷെ അവസാനം അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ബഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബഗ്ഗി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും. എനിക്ക് തോന്നുന്നു എല്ലാം അവസാനത്തേക്ക് അവർ സെറ്റ് ചെയ്തിട്ട് അവസാനം വലിയ ഗംഭീരമായിട്ട് നടത്താനുള്ള പരിപാടിയായിരിക്കും. എന്തെന്നാണെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അല്ലറ ചില്ലറ അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളും കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ എക്സിബിഷൻസ് പോലെയും അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് കാണാനായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പോകുന്നവരൊക്കെ എന്താ പറയുക, ഇങ്ങനെ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി പോകാണ്ടിരിക്കുക, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.